ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പഞ്ചി ബോയ്സ് ഗെയിമിംഗ് ഗൈസ്. അപ്പം ഇന്ന് നമ്മൾ ഗ്രാൻഡ് ലൈഫ് ആർ പി എന്ന് പറയുന്ന ഒരു മൊബൈൽ ഗെയിമിൻ്റെ അകത്താണ് നിൽക്കുന്നത്. അപ്പം ഇന്ന് എന്തോന്ന് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സാലറി ക്രെഡിറ്റ് ആയിട്ടുണ്ട്. 11,000 സംതിങ് റുപ്പി ബാങ്കിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ അത് പോയി എടുക്കണം. പിന്നെ കുറച്ച് സ്ക്രാപ്പ് കിട്ടിയിട്ടുണ്ട്. അത് ആക്രി കടയിൽ കൊണ്ട് വിൽക്കുകയും വേണം. നമ്മളെ വണ്ടി എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ഗ്യാങ്ങിൽ പോയി നമ്മളെ BMW ആ സാധനം എടുത്തില്ല. ഇതിൽ പോവാ. ഇത് പിന്നെ ഭയങ്കര നോയ്സ് ആയതുകൊണ്ടാണ് ഞാൻ വണ്ടി കയറാതെ സംസാരിക്കുന്നത്. ഇനി അവിടെ എത്തിയിട്ട് കാണാൻ. അതിൻ്റെ ഇടയിൽ വെച്ച് വല്ല ആക്സിഡൻറ്റാ ഫൈറ്റാ വല്ലതും നടക്കുന്നെങ്കിൽ ഞാൻ അറിയിക്കാം. ഓക്കെ ഗൈസ്, ഇപ്പം നോക്കിക്കോ. അടിയിൽ എൻ്റെ ഫൈൻ എത്ര രൂപ നോക്കിക്കോണേ. അടിയിൽ നോക്കിക്കോണേ. ഇത് കണ്ടാ 1000. ഇത് 1000 അല്ലേ? 1 10 100 1000. 18,000 രൂപയാണ് എൻ്റെ ഫൈൻ വന്നിരിക്കുന്ന. അത് എന്തുകൊണ്ട് വന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പാർക്കിങ്ങില് അതായത് മറ്റേ റെഡ് ലൈറ്റ്, ഗ്രീൻ ലൈറ്റ്, യെല്ലോ ലൈറ്റ് അതില്ലേ, അത് പാലിച്ചില്ല. ബസ് ഓടിച്ചപ്പോഴത്തേക്കും സ്പീഡ് ലിമിറ്റ് ഉണ്ട്. അതായത് ഷോർട്ട് കട്ടിലൊന്നും 60 മണ്ടേ പോക്കൂടാ. ഞാൻ 100 120 പോയി. അതുകൊണ്ടാണ് 18,000 രൂപ ഫൈൻ വന്ന് കിടക്കുന്ന. അത് അടച്ചില്ലെങ്കിൽ സീൻ ഉണ്ടായില്ലേന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ നമുക്ക് ഇന്ന് അതും കൂടി അടയ്ക്കാൻ പറ്റുമെന്ന് നോക്കാം. എടെ സ്കൂട്ടി പോകുമ്പോ ഇതാണ് ഓരോരുത്തർ വന്ന് ഇടിച്ചിടും. ഇതാണ് എനിക്ക് കോണം വരണ. അതാണ് ഞാൻ പറഞ്ഞ ഗ്യാങ് ഹൗസിൽ പോയി കാർ എടുക്കാന്ന്. ഇതേ അടുത്ത ഫൈൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓ, നമ്മൾ ഇന്ന് മിക്കവാറും ഗ്യാങ് ഹൗസ് എത്തും മുമ്പ് ചാവാൻ ചാൻസ് ഉണ്ട്. നമ്മളെ വണ്ടി ഇതേ ഇവിടെ കിടക്കുന്നത്, നമ്മളെ തെറിച്ച് അങ്ങ് പോയി ഗൈസ്. അല്ലെങ്കിൽ ഞാൻ പിന്നെയും എൻ്റെ പ്ലാൻ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഉള്ള ATM-ന്ന് പൈസ എടുത്തോണ്ട് പോയ ATM അതോ അവിടെ ഉണ്ട്. വണ്ടി ഇവിടെ വെച്ചിട്ട് നമുക്ക് പോവാം. പൈസ ക്രെഡിറ്റ് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്ന. എനിക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ വന്ന ക്രെഡിറ്റ് ആയി എന്നാണ്. ATM എവിടെ? ഇത് വർക്കാവുന്ന ATM തന്നെ എന്തോ. ഇവിടുത്തെ ATM എവിടെ ഗൈസ്? അവിടത്തെ ATM ഗെയിം എടുത്ത് കളഞ്ഞെന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് ഗ്യാങ് ഹൗസിലോട്ട് നേരെ പോവാം. ഓക്കെ, നമ്മളെ ഫാമിലിയിൽ എത്തിയിട്ടുണ്ട്. നേരെ പോയി നമുക്കൊരു വണ്ടി എടുക്കാം. ഇതിലേത് വണ്ടി എടുക്കാം ഗൈസ്? നമുക്ക് ഇതെടുക്കാം. ഇതാണ് ഇത്തിരി കൂടി നല്ലത്. ഇനി നേരെ ബാങ്കിലോട്ട് പോവാം ഗൈസ്. ഇവിടെ ഇപ്പോൾ ഒരു വാറ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ചിലപ്പം നമുക്ക് അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. എങ്കിലും സീനില്ല. ബാങ്കിലോട്ട് പോവാം. അയ്യോ, എടുത്ത് കളഞ്ഞ്. ബാങ്ക് പബ്ലിക് ലൊക്കേഷനിൽ ഇതാ കിടക്കുന്ന ബാങ്ക്. ഇനി നമുക്ക് നേരെ വച്ചു വിടാം. ഗെയിം പ്ലേ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ പറയുക, എങ്കിലേ ഞാൻ ചെയ്യത്തുള്ളൂ കേട്ടാ. ഗൈസ്, പണിപാളി. വണ്ടി ഡാമേജ് ആയി പെട്ട്. ഇത് 44 മാത്രമേ ഇനി പോവുള്ളൂ. നൈസിന് വീട്ടിലോട്ട് പോയി വേറെ വണ്ടി എടുത്തോണ്ട് വരാം. ഗൈസ്, ഇത് നടക്കൂല. നമുക്ക് ബാക്ക് ഇറങ്ങിയിട്ട് റീലോഗിൻ ആവാം. നമ്മളിത് റീലോഗിനായി ഫാമിലിയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇനി നേരെ ഡോറിൻ്റെ അങ്ങോട്ട് പോകാൻ. ഇവിടെയാണ് ഡോർ. ഇവിടെ നിന്നൊരു വണ്ടി എടുക്കാം. മര്യാദയ്ക്ക് ആ വണ്ടി തന്നെ പോയാൽ മതിയായിരുന്നു. പിന്നെ ഇനി സീനില്ല. നമുക്ക് എന്തരായാലും ഇവിടെ ഒന്നും ആരുമില്ലല്ലോ. അതേത് വണ്ടി കിടക്കുന്ന? ഓ, ലംബോർഗിനി. ഇതിൽ പോവാം. ലംബോർഗിനി എങ്കിൽ ലംബോർഗിനി. ഓക്കെ. പിന്നെ ഗൈസ്, ലൈക്കും ഷെയറും സബും ചെയ്യാൻ ആരും മറക്കല്ല കേട്ടോ. ഞാൻ ഈ RPയിൽ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ മറന്നു പോകും. പിന്നെ മിക്കവാറും ഒരു വാറ് സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ജസ്റ്റ് ഒന്ന് കമൻറ്റും ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ. ഇനി നേരെ മാപ്പിൽ വന്നിട്ട് പബ്ലിക് ലൊക്കേഷൻസ് ബാങ്ക്. ഇനി നേരെ ബാങ്കിലോട്ട് പോവാം. ഓക്കെ, ബാങ്ക് എത്തി. ഇനി നമുക്ക് നേരെ ബാങ്കിൻ്റെ അകത്തോട്ട് പോവാം. ഈ വണ്ടി കുഴപ്പമില്ല, സീനില്ല. മാറാ വഴിന്ന്. അയ്യോ ചേച്ചി, ഒന്ന് വഴിന്ന് മാറ്. യവന്മാരൊക്കെ ഒറിജിനൽ പ്ലേയേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, ബാങ്കിൽ പോയി. ഇവിടെയാണ് നമ്മൾ വരെയുള്ള. എന്നിട്ട് വിഡ്രോ. ഓക്കെ, 12,000 രൂപയുണ്ട്. നമുക്ക് 12,000 ഇനി എടുക്കാം. വിഡ്രോ. യെസ്. ഓക്കെ, നമ്മളെ കയ്യിൽ ഇപ്പോൾ 12,000. ബാങ്ക് അക്കൗണ്ടിൽ 614 രൂപയുണ്ട്. ഇനി പോയിട്ട് ഫസ്റ്റ് നമുക്ക് റിപ്പയർ കിറ്റ് വാങ്ങണം. അത് 24 കടയെന്നും പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഷോപ്പ്. 24 ഷോപ്പ്. നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും. നമ്മളെ തൊട്ടിപ്പുറത്ത് തന്നെ ഉണ്ട് ഈ ഷോപ്പ്. ഞാൻ വണ്ടി എടുത്തപ്പോഴാണ് ശ്രദ്ധിച്ച. നമുക്ക് ഇവിടെ കയറി വാങ്ങാം റിപ്പയർ കിറ്റ്.
റിപ്പയർ കിറ്റിന് എത്ര രൂപയാണ്? 1200 രൂപയാണ്. 2 വാങ്ങിച്ചു വെച്ചേക്കാം. ഓക്കെ, ബാക്കി 10,000 സംതിങ് റുപ്യുണ്ട് നമ്മളതിൽ. ഇനി നമുക്ക് നേരെ മറ്റേ സാധനങ്ങൾ വാങ്ങാനുള്ള സ്ഥലത്തോട്ട് പോകണം. സാധനങ്ങൾ വാങ്ങുന്ന സ്ഥലത്തോട്ട് പോവാം. എടേ എടാ ഇതാറാ? ഹലോ ബ്രോ, ഹലോ ഹലോ, ഇവിടെ ഇതാറാ വണ്ടി കയറിയ? ഹലോ ബ്രോ, ഹലോ ബ്രോ, ഹലോ ബ്രോ, എവിടെ? ദേ ഇരിക്കുന്ന ഈ സവൻ കിളിക്കൂടൊക്കെ ഉച്ചിയിൽ വെച്ചിട്ട്. ഹലോ, ഇതാറാ? ഇപ്പം ഇപ്പൊ ആറാ? നമ്മള് വണ്ടിക്കകത്ത് ഇവിടെ വണ്ടി ഒതുക്കിട്ടപ്പോ കേറി വന്നേണ് അവൻ. അപ്പൊ ആര്? ഓക്കെ, എന്തായാലും നമുക്ക് നമ്മളെ പണി നോക്കി പോവാം. നമുക്ക് ട്രാഷിലോട്ട് അവ ഇറങ്ങിപ്പോയി. ഇതിന്റെ അടുത്തായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്ന. ദോ ഇവിടെയാണ് വിൽക്കുന്ന. ഇവിടെ ആണെന്നാണ് എനിക്ക് തോന്നുന്ന. എനിക്ക് അറിഞ്ഞൂടാ, നമുക്കൊന്ന് ഇറങ്ങി നോക്കാം. ഇവിടെ ആരെയോ കയ്യിലാണ് വിൽക്കുന്നതെന്നാണ് ദഹിക്കണം ഒരുത്തൻ. ഓക്കെ, ഇതില് നമ്മളതിൽ 3 ഇത് കിട്ടിയിട്ടുണ്ട്, 3 ലോക്ക്ഡ് ഫോൺ. ഓക്കെ, നമ്മൾ അത് സെല്ല് ചെയ്ത്. പിന്നെ ഇനി നമ്മളെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്, അത് നമുക്ക് നോക്കാം. പിന്നെ നമ്മളതില് എന്തോ ഉണ്ട്. ഇതുണ്ടാ നമ്മളതില്? ഇല്ല, ഇതില്ല. പിന്നെ ലോക്ക്ഡ് വാച്ചാ, അങ്ങനെ എന്തോ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഓൾഡ് ഒരു വാച്ചും കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ബസ് ഓടിക്കുമ്പോൾ കിട്ടുന്നതാണ് കേട്ടാ. 2 ഓൾഡ് വാച്ചും കിട്ടി. പിന്നെ വേറെ വല്ലതും ഉണ്ടാ നോക്കട്ടെ, വെയിറ്റ് ചെയ്യ്. പിന്നൊന്നുമില്ല. ഓക്കെ, പിന്നീട് ഒന്നുമില്ല, ഇത്രേ ഉള്ളൂ. ഓക്കെ, നമ്മളിപ്പോ കറന്റ് 51,000 രൂപയുണ്ട്. പിന്നെ നമുക്കിനി ഒരു ഡ്രസ്സ് വാങ്ങുന്ന ഷോപ്പിലോട്ട് കൂടി ഒന്ന് പോണം. നമുക്കിവിടെ അപ്പാർട്ട്മെന്റ് ഇല്ല, നമുക്കിനി വീട്ടിൽ പോണം. അതെന്തായാലും ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് നിങ്ങളെ നാളെ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ആൾക്കാർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഇടിച്ചു പൊട്ടിക്കുക. ഇനി ഇതിന്റെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്താൽ ഞാൻ ഉറപ്പായിട്ട് ഇടുന്നതാണ്. നമ്മളെ എവിടെ കിടന്നേണ് ഗൈസ്? നമ്മളിപ്പോ എത്ര രൂപ ഉണ്ട്? 51,000 രൂപ നമ്മളതിലുണ്ട് ഗൈസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ബൈ ഗൈസ്.